കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചില ഹാൻഡിലുകളിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ് അൽ മുക്താദിർ ജുവലറി ഉടമ 2000 കോടി രൂപയുമായി മുങ്ങി, സ്ഥാപനത്തിന്റെ ഉടമ ഒളിവിൽ തുടങ്ങിയ തലക്കെട്ടിലുള്ള വാർത്തകൾ. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചിലത് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. വലിയ പരസ്യത്തിന്റെ അകമ്പടിയോടുകൂടി 5-6 വർഷം മുമ്പ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ജനമനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു പ്രസ്ഥാനമാണ് അൽ മുക്താദിർ ജുവലറി. തുടർച്ചയായി വരുന്ന വാർത്തകളുടെ നിജസ്ഥിതി അന്വേഷിച്ചു പോയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നാളുകളായി കേരളത്തിലെ സ്വർണത്തെ സ്നേഹിച്ചിരുന്നവരെ അവരെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ കൊള്ള അവസാനിപ്പിക്കുന്ന രീതിയിൽ പണിക്കൂലി വാങ്ങാതെ സ്വർണം നൽകിയതാണ് ഇവിടുത്തെ പ്രഖ്യാപിത സ്വർണ്ണ മുതലാളിമാരെ മുഴുവൻ പ്രകോപിപ്പിച്ചത്. 1980കളിലും 90കളുടെ മധ്യത്തിൽ വരെ കേവലം 2%, 2.5% പണിക്കൂലി വാങ്ങിക്കൊണ്ടിരുന്ന സ്വർണത്തിന് പെട്ടെന്നാണ് 10%-ന് മുകളിലേക്ക് പണിക്കൂലി ഉയർന്നത്. ഗ്രാമിന് 7000 രൂപ അടിസ്ഥാന വില വരുമ്പോൾ 1400 രൂപ മുതൽ 1500 രൂപ വരെ പണിക്കൂലി എടുക്കുന്നവർ വരെ സ്വർണ്ണ കച്ചവടത്തിലുണ്ട്. ഈ കൊള്ളയ്ക്ക് തടയിട്ടുകൊണ്ടാണ് പണിക്കൂലി സൗജന്യമെന്നും പണിക്കൂലി ഇല്ലെന്നും ഒക്കെ പറഞ്ഞ് പരസ്യം കൊടുത്ത് അൽ മുക്താദിർ ജുവലറി കളത്തിൽ ഇറങ്ങിയത്. അന്നു മുതൽ നാട്ടിലെ മുഴുവൻ സ്വർണ്ണ പീഡികക്കാരും ഈ സ്ഥാപനത്തിനെതിരെ തിരിഞ്ഞു. ഈ സ്ഥാപനം പൂട്ടിക്കുവാൻ വേണ്ടി ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന പണി എടുത്തുകൊണ്ടിരുന്നു. സ്വർണത്തിന്റെ പരിശുദ്ധിയെ ചൊല്ലിയായിരുന്നു ആദ്യത്തെ വിവാദം. അതിന് ഫലപ്രദമായി പ്രതിരോധിച്ചു നിന്ന ജുവലറി ഉടമയെ പിന്നീട് സാമ്പത്തിക കുറ്റങ്ങളിൽ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തിക്കുകയായിരുന്നു. അതും പൊളിഞ്ഞതോടുകൂടിയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സ്വർണ്ണക്കട പൊളിഞ്ഞുവെന്നും ഉടമ ഒളിവിലാണെന്നുമുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയത്. ബോധപൂർവം അൽ മുക്താദിർ സ്വർണ്ണക്കട പൊളിച്ച് തങ്ങളുടെ പഴയ കച്ചവടം പൊടിപിടിപ്പിക്കാൻ വേണ്ടി കച്ചവടക്കാരെല്ലാവരും കൂടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓരോ കച്ചവടക്കാർക്കും ഓരോ തന്ത്രങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. മുസ്ലിം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഫാഷനിലുള്ള ആഭരണങ്ങളാണ് ഇവർ കൂടുതലും വിൽപ്പന നടത്തുന്നത്. ഈ സമുദായത്തിൽ ജനിച്ച അൽ മുക്താദിർ ഉടമ അവരുടെ സമുദായ അംഗങ്ങളെ ലക്ഷ്യമാക്കി ആരംഭിച്ചിരിക്കുന്ന സ്വർണ്ണക്കടയിൽ മുസ്ലിം സ്ത്രീകളെ മാത്രമല്ല മറ്റ് സമുദായ അംഗങ്ങളെയും കൂടി ആകർഷിക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് രണ്ട് കൽപ്പിച്ച് മറ്റു സ്വർണ്ണക്കടക്കാർ രംഗത്തിറക്കിയത്. ഇത് കച്ചവട മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന് മാത്രമേ പറയുവാനുള്ളൂ. സ്ഥാപന ഉടമ കഴിഞ്ഞ 6 വർഷമായി പതിവായി ഇരുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നിടത്ത് തന്നെ ഇന്നും ഇരിപ്പുണ്ടെന്നുള്ളത് പറയാതെ വയ്യ. അദ്ദേഹം എങ്ങും മുങ്ങിയിട്ടില്ല, ആരുടെയും എടുത്തുകൊണ്ട് നാട് വിട്ടിട്ടില്ല. ആർക്ക് വേണേലും അന്വേഷിക്കാം, ബോധ്യപ്പെടാം.